ഇലക്ഷന്റെ ഭാഗമായി മൂന്ന് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. NDA ഒന്ന്, വികസിത കേരളം, അതിൻ്റെ ഒരു കാഴ്ചപ്പാട്, തൊഴിൽ അവസരങ്ങൾ, അതിനെക്കുറിച്ച് നന്നായി ചർച്ച ചെയ്യും. അതിൻ്റെ ഒപ്പം വിശ്വാസ സംരക്ഷണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഇവിടുന്ന് LDFും UDFും ചെയ്യുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. പിന്നെ മൂന്നാമത്തത്, ഈ നാട്ടിൽ കോൺഗ്രസും ജമാഅത്തും മുസ്ലിം ലീഗും കൊണ്ടുവരുന്ന അപകട രാഷ്ട്രീയം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ അടുത്ത 100 ദിവസം ഈ അസംബ്ലി ഇലക്ഷൻ്റെ ഭാഗമായി നാടിൻ്റെ ഭാവി തീരുമാനിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് NDAൻ്റെ മുതിർന്ന നേതാക്കന്മാരും എല്ലാവരും ഇവിടെ ഒപ്പം ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശബരിമല കൊള്ള, വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഇവിടെ നടന്ന ശബരിമല കൊള്ളയെ കുറിച്ച് 2-3 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടു കേട്ടു, ശബരിമല തന്ത്രിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് ഞങ്ങൾ വായിച്ചു, പഠിച്ചു. അതെല്ലാം വായിക്കുമ്പോഴും പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ്, ഞങ്ങൾക്കൊരു സംശയം, ഈ തന്ത്രീൻ്റെ അറസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണോ CPMൻ്റെയും കോൺഗ്രസിൻ്റെ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ, അതിനു മുമ്പ് കോൺഗ്രസ് മന്ത്രിമാരെ സംരക്ഷിക്കാനാണോ എന്നൊരു സംശയം. കാരണം ഉത്തരവാദിത്വം ആരുടെയാണ്? അമ്പലത്തിൻ്റെ സ്വർണം, ശബരിമലേൻ്റെ സ്വർണം സംരക്ഷിക്കാനും അതിനെ കൃത്യമായ അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും അത് നോക്കാൻ അതിൻ്റെ ആരുടെ ഉത്തരവാദിത്വമാണ്? ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിൻ്റെ അല്ലേ? അപ്പോൾ തന്ത്രീനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു, തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു? ഇതൊരു ചോദ്യമാണ്, ഒരു വാലിഡ്, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമാണ്. ഞങ്ങളുടെ ഒരു അഭിപ്രായം, ശക്തമായ ഒരു അഭിപ്രായം, ആദ്യം മുതൽ ഇവിടെ നടക്കുന്നത് CPMും കോൺഗ്രസും അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫർട്ട്. ആദ്യം മുതൽ CPMൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് വീഴ്ചയാണ്. അന്നു മുതൽ ഇന്ന് കാണുന്നത് എന്താണ്? രാഷ്ട്രീയക്കാരെല്ലാം സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫർട്ട്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് SIT, അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഹോം മിനിസ്റ്റർ. ആ ഹോം മിനിസ്റ്റർ ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോൾ കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ, ശബരിമല കൊള്ളയുടെ പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട്. ആ പോസ്റ്റർ തന്നെ ഞങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. ഈ കുറുവ സംഘവും ആണ് പോറ്റീൻ്റെ പിന്നിലും പോറ്റീനെ പ്രോത്സാഹിക്കുന്ന സോണിയാഗാന്ധിജിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിജിയും LDFൻ്റെ മുതിർന്ന നേതാവായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും. അപ്പോൾ CPM കോൺഗ്രസ് കുറുവ സംഘം ആണ് ഈ കൊള്ളയിൻ്റെ പിന്നിൽ. അപ്പോൾ ഇതിൻ്റെ അന്വേഷണമാണ് നടക്കേണ്ടത്. ഇനി തന്ത്രി എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, റിമാൻഡിൽ എന്ത് പറഞ്ഞു, അതിനെക്കുറിച്ച് 2 വാക്ക് ആരാ പറയാൻ പോകുന്നത്? കേസ് പറയാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് കേസ് സംസാരിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട്. കോൺഗ്രസും CPM രണ്ടുപേരും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് 14-ാം തീയതി മകരവിളക്കിൻ്റെ ആ ദിനം BJP NDA ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് MT രമേശ് ജി ആദ്യം സൂചിപ്പിച്ചാണ്, ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു.
വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി. 14-ാം തീയതി മുതൽ ഒരു ശക്തമായ NDAൻ്റെ ഒരു പ്രോഗ്രാം. ഇതിൻ്റെ പിന്നിൽ ആരാണ്, അവരെല്ലാം എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളൊരു പ്രതിഷേധം, ഞങ്ങളൊരു സമരം നടക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി 2 വാക്ക് കെ സുരേന്ദ്രൻജി സംസാരിക്കും. അവരുടെ നടപടികൾ പലതും സംശയാസ്പദമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം തന്നെ പോറ്റി നൽകിയ മൊഴിയിൽ പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ്റെയും പ്രശാന്തിൻ്റെയും. അതായത് ആദ്യ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് SITക്ക് ലഭിച്ച മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകളായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും. ആ 2 പേരിൽ 2 പേരെയും SIT നിരവധി തവണ ചോദ്യം ചെയ്തു. എല്ലാവിധ തെളിവുകളും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനുമെതിരെ ഉണ്ടായിട്ടും SIT അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. എന്നാൽ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തന്ത്രി ക്ഷേത്രത്തിലെ എല്ലാ വസ്തുക്കളുടെയും കസ്റ്റോഡിയൻ അല്ല, അത് ദേവസ്വം ബോർഡാണ്. തന്ത്രി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിനുള്ള അധികാരം. അവിടെ പൂജ എങ്ങനെ വേണം, അവിടുത്തെ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, സമയം എങ്ങനെയായിരിക്കണം, അതിനപ്പുറത്ത് ദേവസ്വം ഭണ്ഡാരം സൂക്ഷിക്കാനുള്ള ഒരു അധികാരവും തന്ത്രിക്കില്ല. അതിൻ്റെ മുഴുവൻ കസ്റ്റോഡിയനും ദേവസ്വം ബോർഡ് തന്നെയാണ്. ഇവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തന്ത്രി ആചാര ലംഘനം നടത്തിയെന്നാണ്. ആചാര ലംഘനം നടത്തിയിട്ട് കേസെടുക്കുകയാണെങ്കിൽ ആദ്യം പിണറായി വിജയനെതിരെയാണ് കേസെടുക്കേണ്ടത്. ഇവിടെ എത്രയോ ആചാര ലംഘനം അദ്ദേഹം തന്നെ നേരിട്ട് നടത്തിയിട്ടുണ്ട്. ശബരിമലയിലെ ഏറ്റവും വലിയ ആചാര ലംഘനം അദ്ദേഹം തന്നെയാണ് നടത്തിയത്. അവിശ്വാസികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് 18-ാം പടി ചവിട്ടിച്ച് ഞങ്ങളൊരു നവോത്ഥാനം ഉണ്ടാക്കിയെന്ന് ഓപ്പണായി സമ്മതിച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ആചാര ലംഘനത്തിന് IPCയിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നിയമസംഹിതയിലോ എന്താ കേസുള്ളത്? 120B നിങ്ങൾ എടുത്തിരിക്കുന്നു, അതാണ് ചോദ്യം. ഞങ്ങൾക്കിപ്പോൾ തന്ത്രി അറസ്റ്റ് ചെയ്തതിലോ അതിൻ്റെ കക്ഷിയേറുന്ന ഒന്നും ഞങ്ങളില്ല. തന്ത്രി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടപടിയായിട്ട് മുമ്പോട്ട് പോകാം, കോടതിയാണ് പറയേണ്ടത്. പക്ഷെ 120B എങ്ങനെയാണ് നിങ്ങൾ തന്ത്രിയുടെ പേരിൽ എടുക്കുന്നത്? 120B ഗൂഢാലോചന എടുക്കുമ്പോൾ എന്താ മോട്ടീവ്? തന്ത്രിക്ക് ഇതിന് ഒരു സാമ്പത്തിക സഹായം ലഭിച്ചു എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല. ഈ സ്വർണ്ണക്കൊള്ളയിൽ ലഭിച്ച പണത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളിൽ നിന്നോ ഒരു സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയെന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല. ആചാരങ്ങളുടെ കാര്യം മാത്രമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സംശയം സ്വാഭാവികമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായ തിരിച്ചടിയിൽ നിന്ന് മറികടക്കാൻ ജനവികാരം അത്ര ശക്തമായി സർക്കാരിനെതിരെ ഉള്ളപ്പോൾ അതിനെ ഒന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു തന്ത്രമാണോ എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട്. അത് ദൂരീകരിക്കപ്പെടണം. അതാണ് ഞങ്ങളുടെ BJP ആലോചിച്ചിരിക്കുന്നത്, ND ആലോചിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം അല്ല. ഞങ്ങൾ ഈ കേസിൽപ്പെട്ട ആരെയും സംരക്ഷിക്കാനില്ല, ആർക്കും വേണ്ടിയും വക്കാലത്തിനില്ല. പക്ഷേ ഈ കേസിൽ സംശയങ്ങൾ ധാരാളമുണ്ട്. പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ആചാര ലംഘനം നടത്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിരുന്നു എന്ന് പറയുന്ന തന്ത്രിയെ മാത്രം അറസ്റ്റ് ചെയ്തു. എല്ലാം അറിഞ്ഞിരുന്നു കടകംപള്ളി സുരേന്ദ്രന്, എല്ലാം അറിഞ്ഞിരുന്നു പ്രശാന്തിന്, ശങ്കർദാസിന്. പ്രശാന്തിന്റെ കാര്യമാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തത്? കാരണം അദ്ദേഹം നേരത്തെ നടന്ന തട്ടിപ്പിൽ എല്ലാ കാര്യങ്ങളും, വിജിലൻസ് കണ്ടെത്തിയ തട്ടിപ്പിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതേ തട്ടിപ്പ് റിപ്പീറ്റ് ചെയ്യാണ് ആ പ്രശാന്ത് ചെയ്തിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ഇതിന്റെ ഫൗണ്ടർ ഓഫ് ദി കോൺസ്പിറസിയാണ്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടക്കുന്നത്. അദ്ദേഹവുമായി നിരവധി ഇടപാടുകൾ, അത് വ്യക്തിപരമായും സാമ്പത്തികമായുമുള്ള നിരവധി ഇടപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ SIT ഉന്നയിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് അറസ്റ്റ് പോകുന്നില്ല? എന്തുകൊണ്ട് പ്രശാന്തിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് ശങ്കർദാസിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് വാസവന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്തുന്നില്ല? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. രണ്ടാമത്തെ കാര്യം, രാജീവ്ജി പറഞ്ഞു ഇതിൽ കോൺഗ്രസിന്റെ പാർട്ട് എന്താണ്? കോൺഗ്രസിന് ഇത് ശക്തമായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന അതേ 2017 അടൂർ പ്രകാശും ആന്റോ ആന്റണിയും, അവർ ചെറിയ വ്യക്തികളല്ല, ചെറിയ മീനുകളല്ല. അവർ കേരളത്തിലെ UDFന്റെ കൺവീനറാണ്. ശബരിമല നിലനിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ MP ആണ്, പത്തനംതിട്ട ലോക്സഭയിലെ MP ആണ്. ഇവർ രണ്ടുപേരും ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും
ഈ സ്വർണം വാങ്ങിയ വ്യവസായിയെയും എന്തിനാണ് സന്ദർശിച്ചത്? സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ ഗൂഢാലോചന നടക്കുമ്പോൾ തന്നെ മാർക്കറ്റ് കണ്ടെത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വ്യവസായിയും സോണിയാഗാന്ധിയാണ് സമീപിച്ചത്. അതിന് കാരണമുണ്ട്. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ രണ്ട് പുരാവസ്തു ഇതുപോലുള്ള വിഗ്രഹങ്ങളുടെ കച്ചവടം നടത്തുന്ന സ്ഥാപനമുണ്ട്. ഞങ്ങളത് എവിടെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. പ്രസാദം കൊടുക്കാനാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പോട്ടെ, ഈ വ്യവസായിക്ക് എന്താ പ്രസാദം മന്ത്രച്ചാരട് കെട്ടിക്കാനായുള്ള? അപ്പൊ എന്തിന് വ്യവസായിയെ കൂട്ടിക്കൊണ്ടുപോയി? ഇതുവരെ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ ആ കാര്യത്തെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല. കാരണം ഈ വിവാദം പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നത് ശ്രീമാൻ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തോടാണ് വ്യവസായി പറഞ്ഞിരിക്കുന്നത് 5000-10,000 കോടിയുടെ ഇടപാട് നടന്നിരിക്കുന്നു, ഇത് പുരാവസ്തു കച്ചവടമാണ് നടന്നിരിക്കുന്നത്, ഇത് ഒറിജിനൽ ഗോൾഡിന്റെ വിലയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയല്ല. നമ്മൾ കണ്ടു, വ്യാളി രൂപം അവിടുന്ന് പോയിരിക്കുന്നു, ശിവപ്രതിമ പോയിരിക്കുന്നു, ഗോളക, അതിന് അയ്യപ്പന്റെ മൂലവിഗ്രഹത്തിന് ചുറ്റിലുമുള്ള ഗോളക പോയിരിക്കുന്നു, അതുപോലെ ഈ ദ്വാരപാലക ശില്പങ്ങൾ പോയിരിക്കുന്നു. അപ്പൊ ഇതൊരു വിഗ്രഹ കച്ചവടമായിട്ടാണ് നടന്നിരിക്കുന്നത്. BJP പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസ് ആരംഭിച്ച് 2 ആഴ്ചക്കുള്ളിൽ പറഞ്ഞിരിക്കുന്നു, അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധരായിട്ടുള്ള വിഗ്രഹ മോഷ്ടാക്കൾ നടത്തിയതുപോലുള്ള തട്ടിപ്പാണ്, അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞതാണ്. എന്തുകൊണ്ട് SIT ആ നിലയിൽ അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് അടൂർ പ്രകാശിനെയോ ആന്റോ ആന്റണി ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് സോണിയാഗാന്ധിയിൽ നിന്ന് ഒരു മൊഴി എടുക്കണമെന്ന് SITക്ക് തോന്നുന്നില്ല? എന്തുകൊണ്ട് തന്ത്രിയെ മാത്രം ഇപ്പോൾ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു? ഈ ചോദ്യങ്ങൾ ഈ കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളത് ആവർത്തിക്കാം. അതുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് ശരിയായ നിലയിൽ അന്വേഷിക്കാൻ SIT തയ്യാറാവുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം, പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം, ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യണം, ഈ പറയുന്ന അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയും ചോദ്യം ചെയ്യണം, സോണിയാഗാന്ധിക്ക് ഒരു നോട്ടീസ് എങ്കിലും അയക്കണം. അതില്ലാതെ നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണമാണ് എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ NDA തയ്യാറില്ല. പിണറായി വിജയൻ ഇതിലൊരു കള്ളക്കളി കളിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് പരാജയം ജനങ്ങൾ ശക്തമായി LDFനെ പ്രഹരിച്ചപ്പോൾ അതിനൊരു മറുമരുന്ന് കണ്ടെത്താനുള്ള തന്ത്രമാണെങ്കിൽ, തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഒരു തന്ത്രമാണെങ്കിൽ അതിവിടെ നടപ്പില്ല എന്നുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആരെയും വെറുതെ വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിന്റെ അവസാന നിമിഷം വരെ, ഇതിന്റെ ലോജിക്കൽ എൻഡിലെത്തുന്നത് വരെ, ഇതിലെല്ലാ പ്രതികളും നിയമത്തിന്റെ വലയിലാവുന്നത് വരെ NDA സമരത്തിലുണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. രാജീവേട്ടൻ അതുപോലെ തന്നെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ വളരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ആലോചിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വലിയ തരത്തിലുള്ളതാണ്. കാരണം ഇത് സാധാരണ ഒരു സ്വർണം കുറച്ചെടുത്തുകൊണ്ട് പോയെന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഇവിടെ ആന്റീക്ക് കച്ചവടം തന്നെയാണ് നടന്നിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം, NDAയെ സംബന്ധിച്ചോളം ഈ സമരത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഇതിനു വേണ്ടി അവസാനം വരെ, കാര്യം ഞങ്ങൾ ആരെയും ഈ പറയുന്ന തന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെ മന്ത്രിമാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയോ പ്രത്യേകിച്ച് കുറ്റക്കാരെന്നോ അതല്ലെങ്കിൽ കുറ്റമില്ലാത്തവരെന്നോ അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടും. ആരൊക്കെയാണ് കുറ്റക്കാർ അവരെ എല്ലാം ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ്. അതിനോടൊപ്പം വളരെ ശക്തമായി NDA സമരവുമായി മുമ്പോട്ട് പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, അത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അതിൽ കോർട്ട് തീരുമാനിക്കും. അത് കേസും പറഞ്ഞു, ഞാനും പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ജില്ലയാണ്. ജില്ലാ പ്രസിഡന്റ് അവരുടെ കുടുംബത്തിന് പോയി കാണുന്നു. അതൊരു നോർമൽ കാര്യമല്ലേ? പറയണോ? അല്ല, അത് ഇത്ര പച്ചമല അല്ല, എന്താ പറയാ, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഈ SIT ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നിശ്ചയിച്ചതെങ്കിലും SITയിലുള്ളവരിൽ മഹാഭൂരിപക്ഷവും ഈ ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന പാർട്ടി കേഡറുകളായിട്ടുള്ള പോലീസുകാരാണ്. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് പത്മകുമാറിന്റെയും വാസുവിന്റെയും അറസ്റ്റിന് ശേഷം 2 പ്രധാനപ്പെട്ട CPM കേഡറുകളെ കൂടി ഈ ഒരു അന്വേഷണ സംഘത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെക്കുകയാണെന്ന് ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ. ആദ്യഘട്ടം മുതൽ ലഭിച്ച പല മൊഴികളും ഹൈക്കോടതിയിൽ മറച്ചു. അതുകൊണ്ടല്ല ഹൈക്കോടതി ചോദിച്ചത് എന്തുകൊണ്ടാണ് ഉന്നതന്മാരിലേക്ക് നിങ്ങൾ പോകാത്തതെന്ന്. ഹൈക്കോടതി കേസ് അന്വേഷിക്കുന്നില്ലല്ലോ. ഹൈക്കോടതിയിൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും അവർ റിപ്പോർട്ട് കൊടുക്കണം. ആ കൊടുക്കുന്നത് ഇവരല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്തിനാണ് അവർ CBI അന്വേഷണത്തെയും അതുപോലെ ED അന്വേഷണത്തെയും ഭയപ്പെടുന്നത്? സത്യം ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ അപ്പോൾ അവർ ആദ്യഘട്ടം മുതൽ തന്നെ കേന്ദ്ര ഏജൻസികൾ വേണ്ട എന്നെന്തിനാണ് പറഞ്ഞത്? അപ്പോൾ സത്യം തെളിഞ്ഞാൽ അവരുടെ വലിയ വലിയ നേതാക്കൾ കുടുങ്ങും. അത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അല്ല, അതിപ്പോൾ ഹൈക്കോടതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഹൈക്കോടതി എതിർക്കുമോ?
നിങ്ങൾ ഏതെങ്കിലും ഒരു വരി മാത്രമാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, കേരള ഹൈക്കോടതി മുഖത്തടിച്ചുകൊണ്ട് 5 തവണ ഈ SITക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തിയില്ല. നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്? ഉന്നതന്മാരിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ പോകുന്നില്ല? ഇല്ല, ഇത് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞതല്ലേ, ഞങ്ങൾക്ക് SITയിൽ വിശ്വാസമില്ല എന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞതല്ലേ. ഇതിപ്പോൾ പെട്ടെന്നല്ലല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് CBI ഒരു സെൻട്രൽ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന്. അതിൻ്റെ ഒരു തെളിവല്ലേ ഇത്. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇത് അല്ല, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് ചോദിക്കണം, ആരുടെ ഉത്തരവാദിത്തമാണത്? ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തമല്ലേ? ദേവസ്വം മന്ത്രിൻ്റെ ഉത്തരവാദിത്തമല്ലേ ഇത്? ഈ ഭരണഘടനയിലെ മുകളിൽ ഞാൻ ഭരണഘടന ഫോളോ ചെയ്യുന്നു ഒരു ഓത്തെടുത്തൊരു മന്ത്രിയല്ലേ, അദ്ദേഹത്തിന് ചോദ്യം ചെയ്ത വിടുക ചെയ്യേണ്ടത്? ഇവിടെ കൊള്ള നടന്നിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു വീഴ്ചയാണെന്ന്, ഇന്ന് സമ്മതിക്കുന്നു കൊള്ളയാണെന്ന്. ഇതിപ്പോൾ അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഇത് കൊള്ളയാണ്, വീഴ്ചയല്ല എന്ന്. അത് സത്യമായല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത്, ഇത് കൊള്ളേൻ്റെ പിന്നിൽ ആരുടെ ഗൂഢാലോചന, ആരാണ് രാഷ്ട്രീയക്കാരെ ഇവർ പ്രോത്സാഹിപ്പിച്ചത്? ഇതൊരു ഒരു നല്ലൊരു കൃത്യമായി ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ. അപ്പോൾ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, ഓക്കെ, അതൊരു ബൈ ദ ലോ അത് നടക്കട്ടെ. പക്ഷേ ഈ മന്ത്രിമാരും പിന്നെ ഇങ്ങനത്തെ ഒരു തെളിവുള്ള സമയത്ത് അവരെന്താണ് ചോദിക്കാത്തത്? കോൺഗ്രസിന് എന്താണ് ചോദിക്കാത്തത്? മിനിറ്റ്സിൽ ഒപ്പുവെച്ച ശങ്കർദാസ് പുറത്തും ഈ മിനിറ്റ്സേ കാണാത്ത തന്ത്രി അകത്തുനിന്നുള്ളത് വന്നിരിക്കുന്നു. കറക്റ്റ് അല്ലേ? അതല്ലേ പ്രീ എലക്ഷൻ ഒരു നിലപാട്, പോസ്റ്റ് എലക്ഷൻ തോൽക്കുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ കുറച്ചൊരു എർജൻസി. അതാണ് സത്യം. ഇതാണ് നടക്കുന്നത്. മൂവ് ചെയ്തല്ലോ, അത് 16-ാം തീയതി അത് ഹിയറിങ്ങിന് വരുന്നുണ്ടല്ലോ. അല്ല, ഞങ്ങൾ പറഞ്ഞത് എന്താണ്, സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം, പരിശോധിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ തെറ്റ് ചെയ്തവർ കൃത്യമായി പിടിക്കാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന കാര്യമാണത്.